ഇടുക്കി കാഞ്ചിയാറിൽ ഏലക്ക മോഷ്ടാവ് പിടിയിൽ. തൊപ്പിപ്പാള സ്വദേശി അപ്പു ആണ് പിടിയിലായത്. പ്രതിയുടെ വീട്ടിൽ നിന്ന് വിവിധയിടങ്ങളിൽ നിന്നും മോഷ്ടിച്ച ഏലക്കായും കണ്ടെത്തി. രാഹുൽ സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ സുരേഷ്, സ്ഥിരം മോഷ്ടാവാണല്ലേ? ഏലക്കായുടെ വില വർദ്ധിച്ചതോടെ കർഷകർ വലിയ സന്തോഷത്തിലായിരുന്നു, വലിയ ആശ്വാസത്തിലായിരുന്നു. കാരണം 1 കിലോ ഏലക്കായ്ക്ക് നിലവിൽ മാർക്കറ്റിൽ 3500 രൂപ മുതൽ 4500 രൂപ വരെയാണ് ലഭിക്കുന്നത്. പക്ഷേ ആ സന്തോഷത്തിന് കുറച്ച് ആയുസ് മാത്രമാണ് ഉണ്ടായത് എന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആശങ്കയിൽ കഴിയുന്നു. ഏലക്കായ്ക്ക് കാവലിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇടുക്കിയിലെ ഏല കർഷകർ ഉള്ളത്. അതിന് കാരണം മോഷണം തന്നെയാണ്. ഈ ഏലക്ക മോഷണം നടത്തുന്ന ആളുകൾ ഏലത്തോട്ടത്തിലെത്തിയ ശേഷം ഈ ഏലത്തിന്റെ ശരം സഹിതം മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. ഏലക്കായ ഉണ്ടാകുന്നതിനെയാണ് ഈ ശരം എന്ന് പറയുന്നത്. അപ്പോൾ അത് സഹിതം പറിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് കർഷകർ പറയുന്നത്. ഒരു ശരം മോഷണം പോയിട്ടുണ്ടെങ്കിൽ 1 വർഷം ഈ ശരം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കണം. ശരം ഉണ്ടായാൽ മാത്രമാണ് അതിൽ ഏലക്കായ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കാവലിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ആളുകളുള്ളത്. അതിപ്പോൾ ഇടുക്കിയിലെ എല്ലാ മേഖലയിലും തന്നെ ഏലക്ക മോഷണം വ്യാപകമായിരിക്കുന്നു എന്നാണ് ഈ പരാതികളിൽ നിന്നും പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് കാഞ്ചാറിൽ ഏലക്ക മോഷണം നടത്തി ഒരാൾ പിടിയിലായിരിക്കുകയാണ്. തൊപ്പിപ്പാള സ്വദേശി അപ്പു ആണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇന്നലെയാണ് ഇയാൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഏലത്തോട്ടത്തിലെത്തി ഈ ചരം മോഷ്ടിച്ചത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അതിന്റെ ഓണർ കാണുകയും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെ സഹായത്തോടെ ഈ ഉടമസ്ഥൻ സഹിതം ഈ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്ന് ഈ പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇതിന് സമാനമായ രീതിയിൽ കുറേ അധികം ശരങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നും മോഷ്ടിച്ച ശരങ്ങൾ ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നത്. അപ്പോൾ ഈ കാഞ്ചിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏലക്ക മോഷണം നടത്തിയ പ്രധാനിയാണ് പിടിയിലായെന്ന സൂചന കൂടിയാണ് പോലീസ് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഏല കർഷകർക്ക് ഉറക്കമില്ലാത്ത രാത്രി തന്നെയായിരിക്കും. ഏലക്ക വില ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് ആശ്വാസമാണെങ്കിൽ മറുഭാഗത്ത് ആശങ്കയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പല ആളുകളും സംശയമുള്ള ആളുകളെയൊക്കെ കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നുണ്ട്. പക്ഷേ ശക്തമായിട്ടുള്ള തെളിവ് ഇവരുടെ പേരിൽ ഇല്ലാത്തതുകൊണ്ട് ചോദ്യം ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ രാജാക്കാട് പൂപ്പാറ മേഖലകളിലൊക്കെ പോയപ്പോൾ കുറേയധികം ഏലത്തിന്റെ ശരകൾ ഉണ്ടാകും. അപ്പോൾ മോഷണം നടന്നതറിയാതിരിക്കാൻ വേണ്ടി അതിൽ നിന്നും കുറച്ച് മാത്രം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ആ മോഷണം നടത്തി പോകുന്നതിനിടയിൽ അവരുടെ കയ്യിൽ നിന്നും ചാടിപ്പോയ ശരങ്ങളിൽ നിന്നുമാണ് മനസ്സിലാക്കുന്നത് മോഷണം നടത്തിയെന്നത്. വീടിന്റെ മുറ്റത്തെത്തി വരെ ഈ മോഷ്ടാക്കൾ മോഷണം നടത്തുന്നു എന്നാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വില വർദ്ധിച്ചതോടെ ആശ്വാസത്തിലായിരുന്ന കർഷകർ ആശങ്കയിലേക്ക് പോകുന്നു എന്നതാണ് ഈ സംഭവത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അതെ.